നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വഖഫ് നിയമ ഭേദഗതിയിൽ ഇടക്കാല സ്റ്റേ ഇല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. സ്റ്റേ അനുവദിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. അതേസമയം ഉപയോഗത്തിലൂടെ വഖഫായ സ്വത്തുവകകളുടെ തൽസ്ഥിതിയിൽ മാറ്റം വരുത്തരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വഖഫ് കൗൺസിലിലേക്കും ബോർഡുകളിലേക്കും പുതിയ നിയമനങ്ങൾക്ക് ഇപ്പോൾ പറ്റില്ല. ഈ കേസ് അടുത്ത മെയ് 5 പരിഗണിക്കുന്നതുവരെ ഈ സ്ഥിതി തുടരും എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. 100-ലധികം ഹർജികൾ ഒറ്റയടിക്ക് പരിഗണിക്കുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടും സുപ്രീം കോടതി എടുത്തു പറഞ്ഞു. 5 പെറ്റീഷനുകൾ പരിഗണിക്കും. ഹർജിക്കാരും കേന്ദ്രവും നോഡൽ കൗൺസിലുകളെ നിയമിക്കണം എന്നും സുപ്രീം കോടതി ആവശ്യപ്പെടുകയാണ്. ഈ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. കോടതി നൽകിയ വിധിയുടെ സൂചനയെന്ത്? ഇത് ആർക്ക് ഗുണം ചെയ്യും? ആർക്ക് അനുകൂലമാകും? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ശ്രീ മഹിയാണ്. മഹി, താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ കോടതി വിധിയെ? യെസ്, മൊയ്തീൻ കുഞ്ഞു കൂടി എന്നോടൊപ്പം ചേരുന്നു. മൊയ്തീൻ കുഞ്ഞ്, നമസ്കാരം. മനു, യെസ്, നമസ്കാരം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇത് വരുത്തുള്ളൂ. ഇത് ഫുൾ ബെഞ്ചിൽ പോവും. ഈ കേസ് 5-ാം തീയതി ഇതെടുത്താലും ഒരു ഉത്തരവ് വന്നു കഴിയുന്നുണ്ടെ അതിനെതിരായിട്ട് ഫുൾ ബെഞ്ചിൽ പോകും. ഇത് ഫുൾ ബെഞ്ചിൽ തീരുമാനം വരുത്തുള്ളൂ. അനുകൂലമായി തന്നെ ഇത് വരുത്തുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്. ശിവദാസൻ ബാലരാമപുരം, ഇന്നത്തെ ഈ കോടതി വിധിയിൽ നിന്ന് ശിവദാസൻ ബാലരാമപുരത്തിന് എന്ത് മനസ്സിലായി? നമസ്കാരം സാർ. നമസ്കാരം. അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീരുമാനം തീരുമാനമായ ബുദ്ധിയുള്ള തീരുമാനമാണ്. കാരണം ഒരു 7 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്, അതായത് കേന്ദ്ര ഗവൺമെന്റിന്. എന്നിട്ട് എല്ലാവരും ഇഷ്ടം പോലെ ഹർജി കൊടുത്തിരുന്നു. അതിൽ എല്ലാം തള്ളിയിട്ട് പ്രധാനപ്പെട്ട 5 കേസിൽ പരിഗണിച്ചു. തിരിച്ചിട്ട് അതേ സസ്യങ്ങൾ തുറന്നു പോകാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇത് മനസ്സിലാക്കണ്ട, ഇത് 7 ദിവസം പരിശോധിച്ച ശേഷം 2 കണ്ണുകളും കൃഷ്ണമണി പോലെ സൂക്ഷിച്ചുകൊണ്ട് ഒരു വിധി ഉറപ്പാറ്റ് കേന്ദ്രം നിന്ന് സുപ്രീം കോടതി ഉണ്ടാവും. 3ാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സാറേ, വേറെ പറയേണ്ട കാര്യം, ഇപ്പോ നമ്മളെ ഞാൻ രാഷ്ട്രീയം പറഞ്ഞ, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയം എനിക്കുണ്ട്. പൊതുവേദി പറയുമ്പോൾ പൊതുപരികാരം പറയുന്ന കാര്യമാണ്. ഇപ്പൊ കാള പ്രസവിച്ചു എന്ന് പറയും, പശുവിന് കര കിട്ടുമ്പോൾ സംഭവമാണ്. ഇപ്പൊ നമ്മൾ പാർട്ടി സെക്രട്ടറി കാണിച്ചു ഗവൺമെന്റ് വന്നത് പാർട്ടി തിരിച്ചടിയുന്നത്. അങ്ങനൊന്നും പറയരുത്. അതൊന്നും പറഞ്ഞ് ഇവിടെ ജനങ്ങൾ ഇളക്കി വിടരുത്. ഈ സമയത്ത് പാർട്ടി പ്രവർത്തകരും അല്ല സന്നദ്ധങ്ങളിലും മറ്റെല്ലാവരും സമാധാനം കൊടുത്ത് ആളി പടർത്താതെ നമ്മളെ ഇന്ത്യ രാഷ്ട്രത്തെ ഹിന്ദുവിനും മുസ്ലിമാനും ക്രിസ്ത്യാനിക്കും ഉള്ള നമ്മൾ അമ്മ പറ്റ മക്കളെ പോലെ സൂക്ഷിക്കാൻ ഒരു വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മോഹൻദാസ് ആലത്തൂർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് കേന്ദ്രത്തിന് തിരിച്ചടിയാണെന്ന എന്തെങ്കിലും സൂചനയുണ്ടോ? ഒരു സെക്കൻഡ്, ഇന്നലത്തെ ഒരു കാര്യം പറയട്ടെ, എന്നിട്ട് ഞാൻ തുടങ്ങാം. പിന്നെ പൊതുവെ വളരെ പരമശാന്തനായ മനു ഇന്നലെ രൗദ്രഭീമനായിട്ട് മാറിയ ഒരു കാഴ്ച അത് സമ്മതിക്കണം. എന്തായാലും ഈ ലൈവ് ഫ്ലോറിൽ നിന്നിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന്റെ ബുദ്ധിമുട്ട് അത് അങ്ങനെ ലൈവിൽ പങ്കെടുക്കുന്നവർക്ക് ഇതറിയുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ശരിയല്ല, വളരെ സ്മൂത്ത് ആയിട്ട് നന്നായിട്ട് സഭ്യമായ ഭാഷയിൽ മനു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മളെ ഈ മലീമസമാക്കുന്ന ഈ ഒരു വളരെ ചുരുങ്ങിയ ആൾക്കാർ, ബാക്കിയൊക്കെ വന്നേ പ്രദീപ് നമ്മുടെ ന്യൂയോർക്കുകാരൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ എന്തായാലും ഐക്യദാർഢ്യം ഗംഭീരമായിട്ടുണ്ട്, പ്രകടനം ഗംഭീരം. പിന്നെ ഈ കാര്യം പറയാം, ഇതൊരു ഫൈനൽ ജഡ്ജ്മെന്റ് ഒന്നുമില്ല, ഒരു ഇന്റീരിയം ഓർഡറാണ്. ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയാനില്ല, ഇന്റീരിയം ഓർഡർ ഒരു നിമിഷം വെച്ച് മാത്രമേ ഉള്ളൂ. ഇത് ഫൈനൽ ജഡ്ജ്മെന്റ് വരാൻ പോണല്ലോ. അതിനിടയ്ക്ക് MP ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിന് ഏറ്റവും അടിയാണ്. എന്തൊരു കഷ്ടമാണ്. അതുപോലെ SFI അവരെ പറ്റിയും പറയുന്നത് കേട്ടു, ചെറിയിൽ ചെകിട്ടത്ത് അടി കൊണ്ടുവന്നു. ഇതൊക്കെ എന്തൊരു കഷ്ടമായി പറയണത്, ഇത് വിവരമില്ലായ്മ പറയുന്നത്. ജഡ്ജ്മെന്റ് വരുമ്പോ എന്തുണ്ടാവുന്നൊന്നും അറിയില്ല. കേന്ദ്രത്തിന് സമയം കൊടുത്തിട്ടുണ്ട്. അതെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ മുഹമ്മദ് മഞ്ചേരിക്ക് ഈ വിധിയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? കേന്ദ്രത്തിന് തിരിച്ചടിയുണ്ട് എന്ന് പറയുന്ന വാദത്തിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ശ്രീ മുഹമ്മദ് മഞ്ചേരി. നമസ്കാരം സാറേ. നമസ്കാരം. അപ്പൊ അത് കുറെ ഹർജി തള്ളി, ബാക്കിയുള്ളത് അവിടെ വെച്ചു. നമ്മളെ ബഹുമാനപ്പെട്ട കോടതി നമ്മളെ ഈ
പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മാതൃകാപരമായ നല്ലൊരു വിധി ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഈ വിഷയം നമ്മൾ യൂട്യൂബിൽ പ്രേക്ഷകർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. രാധാകൃഷ്ണൻ ചേർന്നിട്ടുണ്ട്. ഒരു വിധിയും വന്നില്ല എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. ഒരു വിധി അത് ശരിയാണ്, ഒരു ഇടക്കാല നിലപാട് എന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. ബില്ലിൽ നല്ലതും ഉണ്ട് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമാണ്. കോടതി പറഞ്ഞതിൽ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഷാജി ഭാസ്കർ ഇത് കോടതി വിധി വന്നപ്പോൾ വലിയ സന്തോഷത്തിലാണ്. പെറ്റെന്നും കേട്ടു കുഞ്ഞ് ചത്തെന്നും കേട്ടു എന്ന് പറഞ്ഞ പോലെയായി പുതിയ വഖഫിൻ്റെ കാര്യം എന്നാണ് ഷാജി ഭാസ്കർ ഇപ്പോൾ പറയുന്നത്. യെസ്, വ്യക്തമാണ് അവരുടെ പ്രതികരണങ്ങൾ. എന്നോടൊപ്പം മറ്റ് പ്രേക്ഷകരും യൂട്യൂബിൽ ചേരുന്നുണ്ട്. കാളകിടക്കും കയറോടുമെന്ന് മഹേഷ് പറയും. എല്ലാവരും ഇന്ന് ഭയങ്കരമായി ഈ പഴയ നമ്മുടെ പല ഉപമകളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ അജീഷ് കേശി പറയുന്നത് CPM-നും കോൺഗ്രസിനും വഖഫ് പ്രശ്നം തീരാൻ എടുക്കുന്ന ഓരോ ദിവസവും ദോഷം ചെയ്യും. ഈ പ്രശ്നം അങ്ങനെ അങ്ങ് തീർക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല. അതിന് തെളിവാണ് ഈ അവധി ചോദിക്കുന്നത് എന്നുകൂടി പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയും ഇപ്പോൾ മുനമ്പം പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി മുനമ്പത്തുള്ള സമരസമിതി അംഗങ്ങളെ ചായ കുടിക്കാൻ വിളിച്ചിരിക്കുന്നു. കണ്ണൻ ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയും ചെയ്യുന്നു. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിജയമാണ് എന്ന് പറയാനാകുമോ? നമസ്തേ സാർ. നമസ്കാരം സാറേ. ഈ ഒരു വിധി എന്ന് പറയുമ്പം ഇത് പൂർണ്ണമായ ഒരു വിധിയല്ല. കാരണം വെച്ചാൽ ഒത്തിരി ഇടക്കാല നിർദ്ദേശമാണ്. ഓക്കെ, അതെ. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ആരും തോറ്റു ജയിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടു വരുന്ന ഇതിൽ അനുസരിച്ച് ഈ വഖഫിന്റെ ഭൂമിയെല്ലാം സമ്പന്നരായ ഇവരുടെ മുസ്ലിംകളിൽ തന്നെ സമ്പന്നരുടെ കീഴിൽ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. പക്ഷെ ഇത് കൃത്യമായ ഇവരുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് ഇതിപ്പോ പൊതുജനങ്ങളെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഉള്ളവരും നമ്മുടെ രാജ്യത്തിന് ദോഷം വരാത്തക്ക രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം. കാരണം വെച്ചാൽ ഇതിപ്പം മറ്റൊരു പല രീതിയിൽ ജനങ്ങളെ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, വ്യക്തമാണ്. അച്യുതൻ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അച്യുതൻ, മുനമ്പമായിരുന്നു നമ്മുടെ മുന്നിലെ വലിയ പ്രശ്നം. മുനമ്പം വിഷയം പരിഹരിക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. മുനമ്പം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പൂർണ്ണമായി നീതി ലഭിച്ചില്ല എന്ന ഒരു വിമർശനം ഒരു ഘട്ടത്തിൽ വന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഒരു ഇടപെടൽ നടത്തുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ശ്രീ അച്യുതന് എന്തു തോന്നുന്നു? അച്യുതൻ, ശ്രീ വിജയൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജയൻ. നമസ്തേ സാറേ. നമസ്കാരം. ഹലോ, കേൾക്കാമോ? ശ്രീ വിജയൻ. കേൾക്കാം. ശ്രീ വിജയന് എന്ത് തോന്നുന്നു? ഇത് കേന്ദ്രത്തിന് ഒരു തിരിച്ചടിയൊന്നുമല്ല. കേന്ദ്രത്തിന്റെ ആ തീരുമാനം, അവരെടുത്ത തീരുമാനത്തിനൊപ്പം തന്നെ കോടതി അടുത്ത മെയ് 5-ന് ശേഷം ആ തീരുമാനത്തിൽ എത്തുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ജയകുമാറിനും നമസ്കാരം. സർ, സ്റ്റേ ചെയ്തിട്ടില്ല, രണ്ടു കൂട്ടർക്കും ഇതിൽ അനുകൂലമാണ്. അപ്പോൾ ഇത് ചില ആളുകൾ അങ്ങനെയാണ് പറയുന്നത്, രണ്ടു കൂട്ടർക്കും അനുകൂലമായൊരു വിധിയാണ്. സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്റ്റേ ചെയ്തിട്ടില്ല. തൽസ്ഥിതി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തൽസ്ഥിതി മാറ്റാനും പറ്റില്ല. അപ്പോൾ ഏതായാലും മെയ് 5-ന് നമുക്കിതിൻ്റെ കുറേ കൂടെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാകും എന്നാണ് എനിക്ക് മനസ്സിലാകും. സെബാസ്റ്റ്യൻ ചിറമേൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ശ്രീ രാജൻ കൊല്ലത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീ രാജൻ. ഹലോ, ഞാൻ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഒരാൾ പറഞ്ഞു വഖഫ് ബോർഡിൽ എന്തിനാ മറ്റു ജാതിക്കാരെ കയറ്റുന്നതെന്ന്. ഈ വഖഫ് ബോർഡ് മറ്റുള്ള ജാതിക്കാരുടെ വസ്തുവകളാണ് ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയാൻ വേണ്ടിയാണ് 2-3 പേരെ ഈ ബോർഡിൽ ആക്കാൻ വേണ്ടി ഗവൺമെന്റ് നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു അഡ്വൈസറി കമ്മിറ്റിയെ വെച്ച് അവരുടെ അഭിപ്രായങ്ങളുടെ സുപ്രീം കോടതിക്ക് കൊടുക്കാൻ പോവാ. അപ്പൊ അതുകൂടെ ചേർന്നിട്ടാണ് സുപ്രീം കോടതി ഇനിയും നിയമം പറയാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യം, BJPയും ഷായും മോദിയും ഒന്നും അത്ര മണ്ടന്മാരല്ല. തീർച്ചയായിട്ടും ഇത് പാസ്സാക്കിയെടുക്കുക. ഇവരുടെ ഈ തോന്നിയാസം വേറെ ഒരു രാജ്യത്തും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ തോന്നിയാസം അവരുടെ സ്ഥലം അവരെടുത്തോട്ടെ. പക്ഷെ ഈ പാവപ്പെട്ട ആൾക്കാരുടെ സ്ഥലം എന്തിനാ ക്ലെയിം ചെയ്യുന്നത്? എന്റെ കൂട്ടുകാരന്റെ സ്ഥലം ക്ലെയിം ചെയ്തിട്ടുണ്ട് സാറേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അവൻ ഹിന്ദുവാ, അവന് യാതൊരു ബന്ധവും ഇല്ല അവരുമായിട്ട്. എന്നിട്ട് അവരുടെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ക്ലെയിം ചെയ്തിരിക്കുകയാണ്.
അവനാണ് ചെന്ന് ഇപ്പൊ കമ്മീഷന്റെ മുന്നിൽ ചെന്ന് പറയേണ്ടത് ഇത് അവരുടെ അല്ലെന്ന്. ഈ വക്കപ്പാണ് പറയേണ്ടത് അവരുടെ വസ്തുവാണെന്നുള്ളതിന്. അവരുടെ ഒരു തെളിവുമില്ല. ഇങ്ങനെയുള്ള സ്ഥിതി മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഏതായാലും അമിത്ഷാ അത്ര പൊട്ടനൊന്നും അല്ലെന്നാണ് ഞാൻ പറയുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ യെസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. വഖഫിനെ പറ്റി പറയുന്നു, സുപ്രീം കോർട്ട് ഗേവ് ടൈം ടു സെൻഡർ ടു ഗിവ് മോർ സപ്പോർട്ടിംഗ് എവിഡൻസ് ടു ഗിവ് എ വെർഡിക്ട് ലൈക്ക് CAA എന്ന വലിയ ശുഭപ്രതീക്ഷയാണ് എസ് രാധാകൃഷ്ണൻ. അതായത് സുപ്രീം കോടതി കുറെ കൂടെ സമയം ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നു എന്നതാണ്. അത് ഗുണകരമാകുമെന്നാണ് എസ് രാധാകൃഷ്ണൻ്റെ അഭിപ്രായം. അതേസമയം സോമൻ പറയുന്നത് വഖഫ് നിയമത്തിൽ ചട്ടങ്ങൾ വരുമ്പോൾ മുൻപം പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നു. ലിയോ KS പറയുന്നുണ്ട് ചട്ടം വരാൻ 3 ആഴ്ച വേണം, പിന്നെ കോടതി എന്ത് പറഞ്ഞാലും എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. രാജൻ BJP ആയോ എന്ന് ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം വസ്തുനിഷ്ഠമായി അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ പറയുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഈ വിഷയത്തിൽ ഒരു പക്ഷേ ഈ നിലപാടിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ ശ്രീ രാജൻ എപ്പോഴും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പലപ്പോഴും വളരെ വിശദമായി ഒക്കെ നോക്കിയിട്ടാണ് കാര്യം മനസ്സിലാക്കി സംസാരിക്കുന്നത്. തോമസ് KC പറയുന്നു അല്ലല്ലോ എന്നാണ് എഴുതിയത്, വായിച്ചതും തിരിച്ച്. ഓക്കെ, രാജൻ ചേട്ടന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി എന്ന് പറയുന്നു. സുനിൽ കുമാർ കൃഷ്ണദാസും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടുപേർക്കും ഹാപ്പിയായി എന്ന് കൃഷ്ണദാസ് പറയുന്നുണ്ട്. ഓക്കെ, സുധീർ കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്. സുധീർ കൊച്ചിയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, സൈനുദാസനും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കോഴിക്കോട് നിന്ന്. ശ്രീ സൈനുദാസൻ. സർ നമസ്കാരം. സർ നമസ്കാരം. സർ നമസ്കാരം. നമസ്കാരം സർ. ഇത് കേന്ദ്ര ഗവൺമെന്റിന് കുറച്ചും കൂടി ഒരു സാവകാശം കിട്ടിയത്, അപ്പൊ ജനങ്ങളുടെ ഫുള്ള് സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും കരുത്തിട്ടൊരു വിധിയായിട്ട് മാറും എന്നാണ് വിചാരിക്കുന്നത്. സാധാരണക്കാർക്ക് ഒരു ഗുണം കിട്ടും, പാവങ്ങൾക്ക്. എനിക്കതാ തോന്നുന്നത്. മുനമ്പത്തുകാർക്ക് പ്രത്യേകം കിട്ടണം, അതെനിക്ക് പ്രാർത്ഥനയുണ്ട്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷിജു കിരിയത്ത് നമ്മളോടൊപ്പം ചേർന്നുണ്ട്. അപ്പോൾ ഷിജു എന്നോട് ചോദിക്കുന്നത് ഞാൻ ചായ കുടിച്ചോ എന്നാണ്. ഇതിപ്പോൾ ഒരു ചായയുടെ സീസണാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമന്ത്രി നമ്മുടെ മുൻപത്തുള്ള സമരസമിതി അംഗങ്ങളെ ചായ കുടിക്കാൻ വിളിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രിയും ചായ കുടിക്കാൻ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ചായ കുടിച്ചോ എന്ന് എന്നോട് ഷിജുവും ചോദിക്കുന്നു. ഏതായാലും ചായ കുടിയിലൂടെ സ്നേഹവും അതുപോലെ പ്രശ്നപരിഹാരവും ഉണ്ടാകുന്ന ഒരു കാലമാണ് വരുന്നത് എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. കൊച്ചു മുഹമ്മദ് മണക്കാട്ട് നിന്ന് വിളിക്കുന്നു. ഇത് മുസ്ലിം യുവാക്കളുടെ ഉന്നമനത്തിനായി കേന്ദ്രം കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നു. പൂർണ്ണമായി നടപ്പാക്കാൻ കോടതി സമ്മതിക്കാത്തതിൽ കേന്ദ്രത്തിന് വലിയ സങ്കടമുണ്ട് എന്ന് പറയുന്നു. സുനിമോൾ പറയുന്നത് ആരും ആരുടെയും ഭൂമി കയ്യേറരുത്, ഫൈനൽ വിധി വരട്ടെ, ഇത് രണ്ടും കൂട്ടർക്കും അനുകൂലമല്ല, 7 ദിവസം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ അറിയാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഇന്ന് സിന്ധുരാജ് കൂടി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ സിന്ധുരാജ് കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടല്ലേ? വിളിക്കുമ്പോൾ കിട്ടണ്ടേ? അല്ല, ഇപ്പം എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. ഞാനിത് പല ഇതാക്കി വെച്ച ശേഷം പലർക്കും കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സിന്ധുരാജിന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അടുത്ത് വരാന്നുള്ളൂ, കൊടുത്ത് വന്നാൽ മതിയായിരുന്നു. ശരി, രൗദ്രഭാവമൊക്കെ തീരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആ രൗദ്രഭാവം കണ്ട് സിന്ധുകുമാർ, അത് എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് എനിക്കൊറ്റ പരാതിയേ ഉള്ളൂ പൊതുവേദിയിലെ പ്രേക്ഷകരും. അതായത് അവർക്ക് എന്നെ വിമർശിക്കാനൊന്നും ഞാൻ അതിനൊന്നും എതിർ നിൽക്കുന്നില്ല. അത് മുഴുവൻ കേട്ടതിന് ശേഷം എനിക്കൊരു അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാനുള്ളൊരു അവസരം കൂടി തരണ്ടേ? അപ്പോൾ അത് തരാതെ കഴിഞ്ഞു, നിങ്ങൾ മോശക്കാരനാണ് എന്ന് പറഞ്ഞ് ഇനി ബാക്കി പറയാൻ സമ്മതിക്കില്ല. അത് പറ്റില്ല. ഞാനും കൂടി പറയുന്നത് കേട്ടിട്ട് ഞാൻ മോശക്കാരനാണെങ്കിൽ അങ്ങനെ തീരുമാനിച്ചോട്ടെ, എനിക്കതിൽ പരാതിയില്ല. പിന്നെ എന്നെ അങ്ങോട്ട് നിങ്ങൾ ഇതാണ് ചർച്ച ചെയ്യേണ്ടത്, നിങ്ങൾ അതാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ സ്ഥാപനത്തിലെ ആരും എന്നോട് പറയാറില്ല കേട്ടോ ഇത് ചെയ്യണം, ഈ നിലപാടെടുക്കണം, ഒന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ആളുകൾ ഫോൺ ചെയ്ത് ആ നിലപാടെടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിച്ച് മാറില്ല. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് എൻ്റെ ഒരു അറിവിനനുസരിച്ച് ഒരു നിലപാടെടുക്കും. ഇപ്പോൾ സിന്ധുരാജ് പറയണം ആ നിലപാട് തെറ്റാണ്, ഞാൻ കേൾക്കുന്നു, അതിൽ തെറ്റുണ്ടെന്ന് തോന്നിയാൽ തിരുത്താനും ഞാൻ തയ്യാറാകട്ടെ, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ തെറ്റെന്ന് പറഞ്ഞില്ല സാറേ, ഞാൻ കുടുംബസമയത്ത് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അതെ, ശരി. വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കുടുംബസമേതം പലരും ഈ പൊതുവേദി കാണുന്നു എന്നതാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ആശംസകളൊക്കെ അറിയിക്കണം. ആരൊക്കെ കൂടെ ഉള്ളത്? എന്റെ ഭാര്യയുണ്ട്, മകനുണ്ട്, മക്കളോടും ഭാര്യയോടും മാത്രമേ ഞാൻ ഉള്ളൂ. ഭാര്യ സ്ഥിരമുണ്ട്. ഭാര്യ സ്ഥിരമായി. അപ്പോൾ ഭാര്യയാണ് ഞങ്ങളുടെ പൊതുവേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശരി, കൊള്ളാം. ഓക്കെ, അവർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കണം. ഓക്കെ. പിന്നെ സാറേ, ഈ നമ്മളിപ്പോ ന്യൂസ് എയ്റ്റിൽ തന്നെ നമ്മളിപ്പോ ഒരാഴ്ച കൊണ്ട് ചർച്ച ചെയ്യാം. ഇതിലെന്തെങ്കിലും എത്തുമോ സാറേ? ഇതിപ്പോ ഇന്ന് കോടതി ഒരു ഇടക്കാല ഉത്തരവ് കൊടുത്തിട്ടുണ്ട്.
ഇനി അത് വീണ്ടും പ്രതീക്ഷയിലാണ്. മുഖ്യമന്ത്രി ഇതാ മുനമ്പംകാരെ വിളിക്കുന്നു, പ്രധാനമന്ത്രി വിളിക്കുന്നു. നമുക്ക് പ്രത്യാശ തുറന്നു വെക്കാം, അതല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? ഞാനും ന്യൂസ് 8 പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ എൻ്റെ പൊതുവേദിയുടെ ന്യൂസ് 8-ൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, അജയ് കുമാർ പറയുന്നു എന്തായി സ്റ്റേ ചെയ്തതെന്ന് ചോദിക്കുന്നു. സ്റ്റേ ചെയ്തില്ല, തൽക്കാലം സ്റ്റേ ഇല്ല, പക്ഷേ തൽസ്ഥിതി തുടരുക എന്നത് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ അരുന്ധതി എന്നോട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അരുന്ധതി ഹായ്, അരുന്ധതിക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഷാജി പറയുന്നു പ്രപഞ്ചവും ഭൂമിയെല്ലാം ദൈവത്തിന്, പിന്നെ എന്തിന് പ്രത്യേകിച്ച് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു എന്ന്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ ഷാജി. ഇപ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ ഒരു സ്വത്ത് ഞാൻ സമൂഹത്തിൻ്റെ ദൈവത്തിന് കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് ആക്ച്വലി കിട്ടുന്നത് അതിൻ്റെ ഗുണം മനുഷ്യർക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്നൊക്കെ പറയുന്നത്. സതി ബാബുരാജ് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അത് അവരിന്ന് എത്തിയിട്ടുണ്ട് എന്നത് വളരെയധികം സന്തോഷം നൽകുന്നു. ദ സുപ്രീം കോർട്ട് ടേക്ക് മോർ ടൈം ബിക്കോസ് ടു take a good decision to solve the problem of Munambam and the sufferings of people എന്ന് പറയുന്നു. അപ്പോൾ സതി ബാബുരാജിൻ്റെ ആ ഒരു ശുഭാപ്തി വിശ്വാസമാണ് അവിടെ പ്രകടമാകുന്നത്. ഞാനും ആ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. കുറച്ച് സമയമെടുത്താൽ കൂടി എല്ലാവരുടെ പ്രശ്നങ്ങൾ എന്നേക്കും ശാശ്വതമായി പരിഹരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷാജി കൊച്ചിറ എന്നോട് പറയുന്നു ഈ നിയമങ്ങൾ ജനദ്രോഹപരമാണ് എന്ന് പറയുന്നു. കോടതിയുടെ ഇടപെടൽ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ കുറച്ചുകൂടി താമസിക്കും എന്നാണ് പറയുന്നത്. KP മഞ്ജുനാഥ് ഷേണോയ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് എന്ന് പറയുന്നു. ഓക്കെ യെസ്, നമ്മുടെ അടുത്ത കോളർ വന്നിരിക്കുന്നത് ശ്രീ TK രാജനാണ്. ശ്രീ TK രാജൻ, ഹലോ നമസ്കാരം. നമസ്കാരം. ശ്രീ TK രാജൻ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകത റിട്ടയർഡ് ജീവിതം നയിക്കുകയാണോ? സുഖം. ഇത് എനിക്ക് പറയാനുള്ളത്, ഈ മുനമ്പത്തുകാർക്ക് എന്തെങ്കിലും ഇതിനൊരു ആനുകൂല്യം കിട്ടണം. അവരെ വീട് ഇപ്പം സ്ഥിരനാളായി പോയില്ലേ, അവർക്ക് രക്ഷ കിട്ടുന്ന നിയമമായി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഗുണം കിട്ടും. ഏതായാലും ചട്ടങ്ങളൊക്കെ വരട്ടെ. ഏതായാലും ചട്ടങ്ങൾ വരട്ടെ. മുഖ്യമന്ത്രിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും അല്ലേ. എല്ലാവർക്കും നല്ല വരട്ടെ, ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കണ്ട. ശരി, ആ ഒരു വലിയ മനസ്സാണ് ശ്രീ TK രാജനുള്ളത്. ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യ നന്മ, അതാണ് പൊതുവേദിയും ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. ഓക്കെ, യെസ്. മൊയ്തുഗുഡ് പറയുന്നത് ദേവസ്വം ബോർഡ് ദൈവത്തിൻ്റെ ആണോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, കേരള സർക്കാരിൻ്റെ വഖഫ് ബോർഡ് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ? മുനമ്പത്തുള്ളത് വോട്ട് ബാങ്കാണ് തടസ്സം എന്ന് പറയുന്നു. ആരുടെ ഭൂമിയും കയ്യേറാൻ ഒരു വഖഫിന് മാത്രം അനുമതിയുള്ളൂ. വേണ്ടി വന്നാൽ സുപ്രീം കോടതി നിൽക്കുന്ന സ്ഥലവും വഖഫിൻ്റെ സ്വന്തമാകുമെന്ന് ജവാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി അടുത്ത നമ്മുടെ പ്രേക്ഷകൻ വരുന്നത് പീതാംബരൻ പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ. ഹലോ. ശ്രീ പീതാംബരൻ എന്ത് തോന്നുന്നു? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ആരുടെ വിജയമായി പീതാംബരൻ കാണും? ഇത് എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു സന്തോഷം തരുന്നൊരു വാർത്തയാണെന്ന് കോടതി തന്നിട്ടുള്ളത്. അതെയോ? ഇതിന്റെ ഫൈനൽ വിധിയായിട്ടാണ് നാം കരുതേണ്ടത്. കാരണം ഇത്തരം വിഷയങ്ങളിൽ വരുമ്പോൾ കോടതിക്ക് ചെയ്യാവുന്ന സ്റ്റാറ്റസ് കോ കൊണ്ടുപോവുക, അതാണ് ഇവിടെ വേണ്ടത്. കാരണം ഇപ്പൊ മതവിദ്വേഷങ്ങളൊക്കെ മാറി എല്ലാം ശാന്തമായി ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇതൊരു ഫൈനൽ വിധിയായിട്ട് നമ്മൾ കരുതുന്നു. എന്നും എത്ര കാലം കഴിഞ്ഞാലും ഈ സ്ഥിതി തുടരാനേ കോടതിക്ക് പറയാൻ പറ്റുള്ളൂ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അജയ് കുമാർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ അജയ് കുമാർ, ഈ വിധിയെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ വിധി ഇനിയിപ്പോൾ വീണ്ടും കോടതി ഇതിൻ്റെ തുടർവാദം കേൾക്കും, പക്ഷേ ഇത് കോടതിയുടെ ഒരു മനസ്സറിയാൻ ഈ ആദ്യഘട്ടത്തിലെ ഈ സൂചനകൾ പര്യാപ്തമല്ലേ? ഒരിക്കലും അല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട. മനസ്സിലായില്ലേ? അതായത് കാരണം കോടതിയിൽ ഒരു ഹർജി ചെല്ലുന്നു, ഹർജിക്കാരനെ വിളിക്കുന്നു, ആവലാതിക്കാരനെ വിളിക്കുന്നു, ചോദിച്ചു കാര്യങ്ങള്. നേരെ മറിച്ച് ഇന്ന് 7 ദിവസം ഗവൺമെന്റിന് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് 7 ദിവസം വേണം അതിന് മറുപടി തരാനെന്ന് പറഞ്ഞു. 7 ദിവസം കൊടുത്തു. ഇനി 7 ദിവസത്തിനകം അവർ മറുപടി കൊടുക്കുമ്പോൾ ഹർജിക്കാരൻ 5 ദിവസം കൂടെ കൊടുക്കും ഇത് പഠിക്കാന്. ആ ഹർജി അവർക്കും പഠിക്കണമല്ലോ. കൊടുത്ത റിപ്ലൈ അവരും പഠിച്ചതിന് ശേഷമാണ് കോടതി ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ ദേശീയ മാധ്യമങ്ങളും വായിച്ചെടുത്തിരിക്കുന്നത്. ഇത് അതിന്റെ പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ ഇനി അതിനപ്പുറത്തേക്ക് ഭാരതത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ പാസാക്കിയ ബില്ല് പ്രസിഡന്റ് ഒപ്പിട്ടതിന് ഒരു രീതിയിലും ഒരു കോടതിക്കും വലിച്ചുകീറി വെക്കാൻ പറ്റത്തില്ല. കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കോടതിയുടെ ഒരു സാധാരണ രീതിയല്ല ഇങ്ങനെ പിന്നെ ഒരു പാസ്സായ ഒരു ബില്ലിനെതിരെ അല്ലെങ്കിൽ അതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നൊരു ഇതല്ല. പക്ഷേ ചില എക്സെപ്ഷനുകൾ ഉണ്ട് എന്നുകൂടി കോടതി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂടെ.
ആയിക്കോട്ടെന്നേ. അവിടെയാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത സമയത്ത് കോടതിയുടെ മറ്റൊരു വിധി ഉണ്ടായിരുന്നു, 3 മാസത്തിൽ കൂടുതൽ ബില്ലുകൾ പിടിച്ചു വെക്കാൻ പ്രസിഡന്റിനും ഗവർണർക്കും അധികാരമില്ല എന്നുള്ളത്. അതൊക്കെ വരും ദിവസങ്ങളിൽ വളരെ വളരെ ചൂടുള്ള ചർച്ചകളായിട്ട് നിയമപരിഷ്കരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും. ഇപ്പോൾ BJP ഭരിക്കുന്നത് കൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് കൈയടിക്കുന്നവർ നാളെ അവരധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാകണം. നമുക്ക് നമ്മുടെ ഒരു ജനാധിപത്യം അങ്ങനെയാണ് പോകുന്നത്. ജനാധിപത്യത്തിന് ഞാനും താങ്കളും വോട്ട് ചെയ്ത് അതിന്റെ മുകളിൽ നിർത്തിയിരിക്കുന്ന ജനാധിപത്യമല്ല നമ്മളെ ഭരിക്കുന്നത് എന്ന് വരുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും. എനിക്കതിനോട് താല്പര്യമില്ല. കാരണം നമ്മളാരും ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ തിരഞ്ഞെടുക്കുന്നില്ല. എനിക്ക് അതിനകത്ത് വളരെ വിഭിന്നമായ അഭിപ്രായമാണുള്ളത്. ജനാധിപത്യമാണ്, എല്ലാം ജനാധിപത്യമായിരിക്കണം, അത്ര തന്നെ. ആദ്യം ഇങ്ങനെ ഒരു ബില്ലുണ്ടാക്കുക, അത് സുപ്രീം കോടതി റിവ്യൂവിന് വിടുക, സുപ്രീം കോടതി അതിനെല്ലാം അംഗീകരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാർലമെന്റ് അവതരിപ്പിക്കുക, എന്നിട്ട് അംഗീകാരം മേടിക്കുക. പ്രശ്നം തീർന്നല്ലോ. എല്ലാ ബില്ലുകളും അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാമല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് കൈയടിച്ച് നമ്മൾ വോട്ട് ചെയ്ത് പാസ്സാക്കി ജനപ്രതിനിധികളെല്ലാം കൂടെ പാസ്സാക്കിയത് നമ്മൾ പിന്നെ പറയുകയാണെങ്കിൽ അത് ശരിയല്ലെങ്കിൽ ശരിയല്ല. അല്ല, പക്ഷെ അത് അല്ല, എനിക്കൊന്ന് അതിൽ സുപ്രീം കോടതി ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത് സാധാരണ ഇങ്ങനെ ഇടപെടാറില്ല, പക്ഷേ ഇപ്പോൾ ഒരു തൽസ്ഥിതി തുടരണമെന്ന് പറയുന്നത് കോടതിക്ക് മുന്നിൽ ഒരു പെറ്റീഷൻ വരുമ്പോൾ എക്സെപ്ഷണൽ കേസുകളിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. അതിനകത്തിൽ എന്ത് എക്സെപ്ഷണൽ കേസ് എനിക്കത് മനസ്സിലാകുന്നില്ല. ഇന്ത്യ വിഭജന കാലത്ത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഇന്ത്യ ഗവൺമെന്റ് എടുത്ത് അത് വഖഫിന് കൊടുത്തു. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കളുടെ സ്വത്ത് എടുത്തിട്ട് ഇവിടുന്ന് അവിടെ ചെന്ന മുസ്ലിങ്ങൾക്ക് കൊടുത്തു. ഒരേ സമയത്ത് ഒരു രാജ്യത്തെ വിഭജിച്ചപ്പോൾ രണ്ട് രാജ്യത്ത്, ഒരു മുസ്ലിം രാജ്യത്തും ഒരു സപ്പോസ് ടു ബി ഹിന്ദു രാജ്യം എന്ന് പറഞ്ഞുണ്ടാക്കുന്ന എന്നാൽ മതേതരത്വ രാജ്യത്തും എടുത്ത നിയമങ്ങളാണിത്. വഖഫ് ഭൂമികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വന്നതാണ്. അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അതിനകത്തിൽ എന്ത് അസാധാരണമായ സംഭവങ്ങളാണ്? അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അതൊക്കെ അസാധാരണത്വം തന്നെയാണ്. അതൊക്കെ തുടരണമെന്നൊക്കെ കോടതി പറയുമ്പോൾ എനിക്ക് ഇപ്പൊ ഈ നിമിഷത്തിൽ ഇത് ടു ഏർലി ടു കമന്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. വരും ദിവസങ്ങളിൽ കോടതി അതിൽ പറയുന്ന ഇപ്പൊ ജുമാ മസ്ജിദ് പോലെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ ഒരു ഗ്രീവിയൻസ് ആയി അത് അവിടെ നിലനിൽക്കുന്നു. അതായത് നമുക്ക് നോക്കാം. ശരിയായിരിക്കും. അതിന് നമുക്ക് കോടതിയെ അങ്ങനെ വിമർശനത്തിന് വരുത്താൻ പറ്റത്തില്ല. കാരണം വലിയ മസ്ജിദുകൾ വലുതല്ല, ആരാധനാലയങ്ങൾ നിലനിൽക്കുന്ന നാളെ അത് വിട്ടുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന റിപ്പർക്കേഷൻസ് ഒക്കെ ഭയങ്കരമായിരിക്കും. അപ്പൊ അതിന് ഉറപ്പാണ് കോടതി അതിനെ ഒന്ന് തണുപ്പിക്കാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ശരിയായിരിക്കാം. അത് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും അതല്ല പറയുന്നു, മുസ്ലിം ന്യൂനപക്ഷത്തെ ഒറ്റപ്പെടുത്താൻ തുനിഞ്ഞ ഫാസിസ്റ്റുകൾക്ക് കിട്ടിയ ആദ്യത്തെ ഡോസാണിതെന്ന് പറയുന്നു. പ്രദീപ് കുമാർ പറയുന്നു, മുനമ്പംകാരെ മോദി കാണുമെന്ന് പറഞ്ഞപ്പോഴാണ് കാരണഭൂതൻ മുനമ്പത്തുകാരെ കാണാമെന്ന് തോന്നിയത്. മുഖ്യമന്ത്രിയെ പരിഹസിക്കുകയാണ്. ഓക്കെ, സെബാസ്റ്റ്യൻ ചെർമേൽ, മോദി മഹാൻ, BJP ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണല്ലോ. പരിഹാസം ഞങ്ങൾക്ക് നേരെയാണ്. സെബാസ്റ്റ്യൻ പറയുന്നത് ന്യൂസ് BJP 18 എന്നാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഒരു തെറ്റായ വിമർശനമാണെങ്കിലും അത് ഉന്നയിച്ചിരിക്കുന്ന രീതി വളരെ രസമാണ്. ഇപ്പോൾ ഇങ്ങനെയാണല്ലേ, ഇപ്പോൾ BJP എന്ന് പറയുന്ന പോലെ CJP എന്നൊക്കെയുള്ള പ്രയോഗം കോൺഗ്രസ് കൊണ്ടുവരും. അതുപോലെ ഇദ്ദേഹം ഒരു പ്രയോഗം കൊണ്ടുവന്നിരിക്കുക, ന്യൂസ് BJP 18. കൊള്ളാം. അപ്പോൾ ഏതായാലും ഞങ്ങൾ അതുകൊണ്ട് ദുഃഖിതരൊന്നും ആകില്ല കേട്ടോ. സെബാസ്റ്റ്യൻ ചെർമേൽ, താങ്കൾ ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനാണ് എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു നിഷ്പക്ഷരാണ് ഞങ്ങൾ എന്ന് തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്നുകൂടി ഞാൻ പറയുകയാണ്. ഓക്കെ, സുനിൽ, നമ്മുടെ മുഖ്യമന്ത്രി നാൾ കേരളത്തിലില്ലായിരുന്നു, ഇപ്പോൾ നിയമം വരും, എപ്പോഴൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ വരുന്നു. ഐരു എന്ന് ഭരണഘടന എഴുതിയപ്പോൾ 15% സംവരണം, 10 വർഷത്തേക്ക് ഇപ്പോൾ 60 വർഷത്തിൽ 60% എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ ശശിധരൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, ആശുപത്രിയിലായിരുന്നു, ഇപ്പോൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് മടങ്ങി എത്തിയോ ശ്രീ ശശിധരൻ? നമസ്കാരം മനു. എന്തായി ആരോഗ്യസ്ഥിതിയൊക്കെ എന്തായി? ഇന്നലെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനി കുറച്ചും കൂടി വിശ്രമിക്കേണ്ടി വരും. മരുന്നൊക്കെ തീർന്നോ അതോ മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇല്ല, ഇനി 10 days മെഡിസിൻ ഉണ്ട്. അത് കഴിച്ചിട്ട് ഒരു PFTയുടെ ചെക്കപ്പ് ഉണ്ട്. PFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൾമണറി ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് ആണ് അല്ലേ? ഞാൻ വിചാരിക്കുന്നു പൾമിനോളജി. 10 ദിവസം കഴിഞ്ഞ് ഡേറ്റ് ഒക്കെ വായിച്ച് പോകുന്നത്. ആദ്യം തന്നെ മനു, പ്രത്യേകിച്ച് നമ്മുടെ ദീപു, ഇവരൊക്കെ എന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൽ പ്രത്യേകം നന്ദി പറയുന്നു. പലരും എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. നല്ല എല്ലാവരോടും ഞാൻ അതിനുള്ള ഹൃദയംഗമായ നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ എന്തായാലും ഇതിനൊരു നല്ല ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു പരിവേഷത്തിന് ഒരു പര്യവസായം വരട്ടെ എന്നാണ്
നമ്മളെ പോലെ സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാം ആഗ്രഹിക്കുന്നത്. ഇതിന്റെ പേരിലൊന്നും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകാതിരിക്കട്ടെ, എല്ലാവർക്കും തൃപ്തികരമായ ഒരു കോടതി വിധി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വ്യക്തമാണ്. അതാണ് ഇന്ന് ഈ കേസ് ഇത് വരുന്നതിന് മുമ്പ് ഇന്നലെ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കോടതി പറഞ്ഞത്, കോടതി ഏറ്റവും അധികം അസ്വസ്ഥമാക്കിയത് ഈ ബംഗാളിൽ നടക്കുന്ന കലാപങ്ങളാണ്. മനുഷ്യരെ തീയിട്ട് അവരുടെ വീടുകൾ നശിപ്പിക്കുക, ആട്ടി ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ കോടതി അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്, അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറഞ്ഞു. ഓക്കെ, ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം RSS പ്രവർത്തകനാണ് എന്ന്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളായിരിക്കാം. ഇന്നത്തെ ഈ വിധി താങ്കൾ എങ്ങനെ കാണുന്നു? സർ നമസ്കാരം. നമസ്കാരം. കോടതി പഠിക്കട്ടെ സർ. ജനാധിപത്യത്തിൽ കോടതി ആദ്യ ഇതിൽ നിന്ന് എന്തെങ്കിലും സൂചനകൾ താങ്കൾക്ക് ലഭിക്കുന്നുണ്ടോ? അനുകൂലമായി നിൽക്കും കോടതി എന്നോ അതോ എന്താ തോന്നുന്നത്? അല്ല സർ, കോൺഗ്രസ് BJPയുടെ കൈകൾ, സുപ്രീം കോടതി BJPയുടെ കൈകളിലല്ലേ സർ? ഇവിടുത്തെ ജുഡീഷ്യറി അതൊക്കെ പ്രതിപക്ഷം പറയുന്നത്. ഇന്നെങ്കിലും MP ഗോവിന്ദൻ പറഞ്ഞല്ലോ കേന്ദ്രത്തിന് ഏറ്റ തിരിച്ചടി. ഇനി നാളെ ഇത് 15 അത് ശരിയാ, തിരിച്ചടി കിട്ടുമ്പോൾ അത് സുപ്രീം കോടതി സത്യസന്ധമാകുന്നു, BJPക്ക് അനുകൂലമാകുമ്പോൾ 1-2 മാസത്തിനിടയിൽ അനുകൂലമായ വിധി വരുമ്പോൾ ഇവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഗഗോയി MP ആയില്ലേ? ഇതൊക്കെ ആയിരിക്കും ഇവർ പറയാ. ഇതൊക്കെ കോടതി പഠിച്ചിട്ട് ഒരുപക്ഷെ രാജ്യത്തെ ജനങ്ങൾക്കും ജനാധിപത്യ രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കോടതി കൊടുക്കുന്നതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു വിവരവുമില്ലാതെ ഒരു നിയമം പാസ്സാക്കാൻ അത്ര വിഡ്ഢിയൊന്നല്ല അമിത്ഷായൊന്നും. NDA ഗവൺമെന്റ് തന്നെ തലയിൽ ആള് പാർപ്പില്ലാത്ത സർക്കാരല്ല. ഞാൻ താങ്കളോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സർക്കാരല്ല രാജ്യം ഭരിക്കുന്നത്. ഓക്കെ, അത് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി അത് നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, ഗുഡ്. അജി എന്നോട് പറയുന്നത് ഇടക്കാല വിധി കണ്ട് ആരും മുകളിലേക്ക് ചാടി മറിയേണ്ട, അന്തിമ വിധി വരുമ്പോൾ നടുപൊടിയും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മനുവിൻ്റെ സംസാരം കേട്ടിട്ട് ദിലീഷ് പോത്തൻ്റെ സംസാരം പോലെയുണ്ടെന്ന്. ദിലീഷ് പോത്തൻ ഇത് അറിയേണ്ട, അദ്ദേഹം നല്ലൊരു നടനാണല്ലോ, അപ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വിഷമം വരാമായിരിക്കാം. ഓക്കെ, ഏതായാലും പോട്ടെ. മാൾട്ട ഡയറി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കരട് വന്നിട്ട് പോലെ ഇത്രയും ബഹളം വയ്ക്കുന്നത് എന്തിനാണ്? 1 വീക്ക് ടൈം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, കോർട്ടിൽ നിർദ്ദേശങ്ങൾ കൊടുത്തോളും എന്നാണ് പറയുന്നത്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ശ്രീ ജോസഫാണ്. ജോസഫ് ബാംഗ്ലൂരിൽ നിന്ന് ആണ് വിളിക്കുന്നത്. കുറേ ദിവസമായി പക്ഷേ വിളിച്ചിട്ടല്ലേ? ഹലോ, ഗുഡ് ഈവനിങ് മനു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പം ഞാൻ ഇത് ജോസഫിൻ്റെ ഒരു പ്രതികരണം ഉറ്റുനോക്കുകയായിരുന്നു. കാരണം അങ്ങ് ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കി. എന്താണ് ഇതിലെ ഈ കോടതി വിധി അങ്ങക്ക് നൽകുന്ന സൂചന? എൻഡ് ഓഫ് ദ ഡേ കോടതി എന്ത് പറയുന്നു അത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് മാത്രമേ എനിക്ക് ആ കോടതി വിധിയെ പറ്റി പറയാനുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ത്യയില് അവർക്ക് കിട്ടിയിരിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ഈ മുൻപം വിഷയം. അവര് ഈ വസ്തുക്കളെ ഇത്രയും കാലം മുമ്പ് ഇവര് ലെജിറ്റിമേറ്റ് ആയിട്ട് വാങ്ങിച്ചു, അവരുടെ വീടുകൾ പണിതു, അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് 12 വർഷത്തിൽ കൂടുതൽ ഏത് പ്രോപ്പർട്ടി ഒരാളുടെ കസ്റ്റഡിയിലാണെന്നുണ്ടെങ്കിൽ ആ 12 വർഷക്കാലത്ത് ഒരു നിയമവും അവർക്കെതിരായിട്ട് നടപടികൾ എടുത്തില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി അവരുടെ തന്നെ അണ്ടർ അഡ്വേഴ്സ് പൊസിഷൻ ആക്ട് എന്നാണ് ആക്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ വസ്തുക്കളൊക്കെ അവർ താമസിക്കുന്നവരുടെയാണ്. അപ്പൊ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ചേർന്നിട്ട് ഇത് ഞങ്ങൾ ഞങ്ങൾ കേസും വേണ്ട, ഒന്നും വേണ്ട, ഇത് നിങ്ങൾ എടുത്തോളൂ. പക്ഷെ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലം അല്ല. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിലൊന്നും പറയുന്നില്ല. ഇത് ഇപ്പോൾ വഖഫ് ബോർഡാണ് വഖഫ് കൗൺസിലാണ് പറയുന്നത് ഇത് വഖഫ് സ്വത്താണ്. കാരണം ഇത് നേരത്തെ വഖഫ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ വഖഫ് കൗൺസിലിനാണല്ലോ ഉള്ളത്, വഖഫ് ബോർഡുകൾക്കാണല്ലോ ഉള്ളത്. അതെ, വഖഫിൽ ഇരിക്കുന്നവർ മുസ്ലിംസ് ആണ്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവിടെ ഇല്ല. സർക്കാരിന്റെ പ്രതിനിധികളൊക്കെ അല്ലേ അതിലിരിക്കുന്നത്. നമുക്കിപ്പോ അതെ, അപ്പോ സർക്കാരിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന് അതിനകത്ത് റോൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അല്ല, പക്ഷേ അതെ അതായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് മുതലുകൾ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം അവരുടേതാണ്. അപ്പോൾ അവര് ഇത് വഖഫാണ് ആണ് അവർക്ക് ഡിമാർക്കേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വഖഫ് ആസ്തിയായി അവർ കണക്കാക്കുന്നു എന്നാണ് അവരുടെ നിലപാട്. അപ്പോൾ പക്ഷേ അതിനെ ഡീനോട്ടിഫൈ ചെയ്ത് കിട്ടണം, അതാണ് ഇപ്പോൾ ആവശ്യം. അല്ലല്ല മനു, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ വഖഫ് ബോർഡ് വഖഫ് രീതിയിലുള്ള വസ്തുക്കള് കൈകാര്യം ചെയ്യാനായിട്ട് എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റി എന്നുള്ളതേ ഉള്ളൂ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അല്ലാതെ അത് വേറെ ഈ രാജ്യത്തിന് പുറത്തുള്ളതോ മറ്റോ ഒന്നും ഒരു സംഗതിയല്ല. അവരെടുക്കുന്ന തീരുമാനം ഫൈനൽ തീരുമാനമാണ്. ആ ഫൈനൽ തീരുമാനം എടുക്കാൻ ഇവർ റെപ്രസെന്റ് ചെയ്യുന്നത്, വഖഫ് ബോർഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ മുസ്ലിംസിനെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അവര് പറയുന്നത് തീരുമാനം എടുക്കുകയാണ് ഈ മുനമ്പം വിഷയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ ബോധ്യമുണ്ട്. ഈ സാധുക്കളായ മനുഷ്യരെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് ദൈവത്തിന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ സക്കാത്ത് കൊടുക്കാന്നുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി ആരും ഇവരെ ഇറക്കി വിടണമെന്ന് പറയുന്നില്ല. മുസ്ലിം ലീഗിനും ആ നിലപാടില്ല. സമ്മതിക്കുന്നു. ഞാനും എന്നെയും വീണ്ടും മുസ്ലിംസ് പറയാനുള്ള കാരണം ഞാൻ അവരെ വേറെ ആയിട്ടല്ല കാണുന്നത്. മറ്റുള്ളവർ പലരും അത് സമ്മതിക്കുന്നു. അത് സമ്മതിക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് എടുക്കാൻ ഒരു വലിയ റോൾ ഉണ്ട് ഇതിനകത്ത്. അവർ ഈ വഖഫിലുള്ള ആൾക്കാരെ അവരെ കൺവിൻസ് ചെയ്തിട്ട് ഈ നിയമത്തിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിന്റെ ബാക്കിയെല്ലാം വിട്ടാരെ മുനമ്പം കേസില് കേരളത്തെ നേരിട്ട് ബാധിക്കുന്ന നമുക്ക് അറിയാവുന്ന ഒരു കേസാണ് ഇത്. അതുകൊണ്ട് ഈ പറയുന്ന വസ്തുക്കളിൽ ഞങ്ങൾക്ക് വേണ്ട, ഇത് അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഒരു സിമ്പിൾ ഡിസിഷൻ അവരെടുത്താൽ മതി. അതുകൊണ്ട് അതോടൊപ്പം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള എല്ലാ കമ്മ്യൂണിറ്റിയുടെയും വലിയ ഒരു അംഗീകാരമാണ് അവർ മേടിച്ചെടുക്കാൻ പോയത് ഇതിൽ കൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് അത്ര പ്രായോഗികമാണ്. കാരണം ഇവിടെ മുസ്ലിം വേഴ്സസ് ക്രിസ്ത്യൻ എന്നുള്ളൊരു തർക്കമല്ല നടക്കുന്നത്. മറിച്ച് വഖഫ് ബോർഡ് ഇതിൽ കരമടയ്ക്കാൻ സമ്മതിക്കുന്നില്ല, റീ രജിസ്ട്രേഷൻ സമ്മതിക്കുന്നില്ല. വഖഫ് ബോർഡ് അത് വഖഫ് സ്വത്താണ് എന്ന സൂചനയാണ് അവർക്കുള്ളത്. അപ്പോൾ അത് കോടതിയിൽ നിന്ന് മറിച്ചൊരു വിധി വന്ന് അതിനെ ഡീനോട്ടിഫൈ ചെയ്ത് കിട്ടാതെയാണ് ഈ പ്രശ്നം ഉള്ളത്. അതിൽ ആണ് ഒരു സംയുക്തമായ ഇടപെടൽ വേണ്ടത്. എൻ്റെ അടുത്ത പ്രേക്ഷകൻ എനിക്ക് തോന്നുന്നത് കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന്, നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടി നമ്മുടെ പൊതു വേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ഇതിപ്പോൾ പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു നേട്ടമായി അവർ കൈയടിക്കുന്നുണ്ട് കോടതി വിധി. ശ്രീ കൃഷ്ണൻകുട്ടി അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ നമ്മുടെ കോടതി ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് ഒരു വിധി പറയുള്ളൂ. അത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും പൊതുവെ കോടതി എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടാണ് വിധി പറയുക. കോടതി ഇതിനകത്ത് കണ്ടിട്ടുള്ള ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് കോടതി ഏതായാലും സൂചന നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സൂചന? അതിനകത്ത് നമ്മൾ മുസ്ലിംസ് അല്ലാത്ത ആൾക്കാരെ വെക്കുന്നു. രണ്ടാമത് പറയുന്നു കളക്ടർ എങ്ങനെയാണ് തീരുമാനം എടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി കോടതി സംശയം ചോദിച്ചിട്ടുണ്ടല്ലോ. കളക്ടർ തീരുമാനം എടുക്കുന്നതിനെ കുറിച്ച് സംശയമുണ്ടോ? ഉണ്ടല്ലോ. അല്ല, കളക്ടർക്ക് പരിശോധന നടത്താം, പക്ഷെ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, നേരത്തെ കളക്ടറല്ല, അതിന്റെ സർവേ ഇതല്ലേ? അതെ, കമ്മീഷണർ. കളക്ടർ ഇടപെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കളക്ടർ ഇടപെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേരിട്ട് ഗവൺമെന്റ് ഇടപെടും എന്നുള്ളതാണ്. അല്ല, നേരത്തെ ഇത് സർവേ കമ്മീഷണർ ആയിരുന്നല്ലോ ഇത് അളന്ന് പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അപ്പൊ ആ ഗതി മാറി ഇപ്പൊ അത് കളക്ടർമാരെ ചുമതലപ്പെടുത്തുകയാണ്. പുതിയ ഭേദഗതി വരുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ, കളക്ടർമാരെ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗവൺമെന്റ് നേരിട്ട് ഇടപെടുമെന്നാണ്. ഗവൺമെന്റ് എന്ന് പറയുന്നോ അതല്ലേ കളക്ടർ ചെയ്യുള്ളൂ. അവിടെ കളക്ടർ ന്യായവും അന്യായവും ഒന്നും നോക്കൂല. ആ സമയത്ത് ഗവൺമെന്റ് താല്പര്യം എന്താണെന്ന് നോക്കിയിട്ട് കളക്ടർ തീരുമാനം എടുക്കും. അതന്നേരം ആരുടെ താല്പര്യത്തിന് എതിരായി പോകും? ഗവൺമെന്റ് എന്നാൽ ജനങ്ങളല്ലേ, ജനങ്ങളുടെ താല്പര്യത്തിന് അനുകൂലമാവും. അങ്ങനെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളല്ലേ, അപ്പൊ ജനകീയ താല്പര്യം ഒരു ഗവൺമെന്റിന് നോക്കണ്ടേ? നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെ നോക്കാത്ത ഗവൺമെന്റുകൾ ഉണ്ടെന്ന് ആരോപണം താങ്കൾ കൊണ്ടുവരും അല്ലേ? എങ്ങനെ അങ്ങനെ ജനങ്ങളുടെ താല്പര്യം നോക്കാത്ത ഗവൺമെന്റുകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ടെന്ന് ആരോപണം താങ്കൾ കൊണ്ടുവരും അല്ലേ? സംശയമില്ലല്ലോ. നമ്മളിപ്പോ ഗവർണർമാരുടെ കേസില് കോടതി പറഞ്ഞ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ ഈ പറഞ്ഞ താല്പര്യം നോക്കാത്ത ആൾക്കാരും ഓരോ സ്പെസിഫിക് താല്പര്യമുള്ളവരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതല്ലേ നടപ്പിലാവുള്ളൂ. അപ്പൊ അങ്ങനെ കളക്ടർമാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു അന്യായമാണ്. അത് കോടതിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ പറഞ്ഞ പോലെ മുസ്ലിംസ് അല്ലാത്ത ആളിനെ അവിടെ വയ്ക്കുക എന്നുള്ളത്. അപ്പൊ അതെല്ലാം എതിരായി പോകുന്നത് ആർക്കാണ്? ഇതിന്റെ ഈ വഖഫ് ബോർഡിലുള്ള ആൾക്കാർക്കും വഖഫിനും ആ കമ്മ്യൂണിറ്റിക്കും എതിരായി പോകും മിക്കവാറും പല കാര്യങ്ങളിലും ആ കേസ്. പക്ഷെ വഖഫ് എന്ന് പറയുന്ന സാധനം വേണ്ട എന്ന് ആരും പറയുന്നില്ല. വഖഫ് വേണം താനും, അത് ന്യായമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും വേണം. അതാണ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ നൂറ്റാണ്ട് പഴക്കമുള്ള കേസുകളിലൊക്കെ പെട്ടെന്ന് കയറി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിരിക്കുന്ന ഭൂമിയെല്ലാം അവർക്ക് നഷ്ടമാവും. അതേസമയത്ത് അവർക്ക് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വേണം, മാനുഷിക പരിഗണന വേണം താനും. അതുകൊണ്ടാണല്ലോ മുൻപത്തെ കേസില് നമ്മൾ സർക്കാർ കമ്മീഷനെ വെക്കുന്നത്. ആ കമ്മീഷനെ വെച്ച് കഴിയുമ്പോ കേൾക്കുന്നുണ്ടോ? ആ കമ്മീഷനെ വെച്ച് കഴിയുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അവിടെ താമസിക്കുന്നവർക്കെതിരായ ഒരു തീരുമാനം ഉണ്ടാവില്ല, അവരെ വഴിയിൽ ഇറക്കി വിടില്ല എന്ന് ഏതായാലും പറഞ്ഞിട്ടുമുണ്ട്.
അപ്പൊ നമ്മൾ ഈ കോടതി ഇത് ശരിക്കും പരിശോധിച്ചിട്ട് അത് ഈ പറഞ്ഞ പോലെ ഈ ന്യൂനതകളെല്ലാം പരിഹരിക്കുന്ന രീതിയിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് സാധ്യത. ഈ കോടതി പറഞ്ഞേക്കുള്ള ന്യൂനതകളായിട്ട് തന്നെയാണ് ഞാനും കാണുന്നത്. ആ ന്യൂനത ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എങ്കിൽ ഈ ഇത് സംഗതി കോടതി പരിഗണിക്കാതെ തന്നെ കേസ് തള്ളിക്കളഞ്ഞേനെ. പക്ഷെ അതിനുള്ള പഴി ഇട്ടുകൊണ്ടാണ് ഈ നിയമം ഉണ്ടാക്കിയത്. അവിടെയാണ് ഈ പ്രശ്നവും. അതുകൊണ്ട് കോടതി ഇത് പരിഹരിക്കും. കോടതി നന്നായിട്ട് നോക്കും. തീർച്ചയായിട്ടും ന്യൂനതകൾ പരിഹരിക്കുകയും ചെയ്യും. മുൻപത്തെ ആൾക്കാരെ ഇറക്കി വിടേണ്ട ആവശ്യവും വരത്തില്ല. നമ്മുടെ സർക്കാർ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യും. അതുകൊണ്ട് ആരും തൽക്കാലം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കോടതി തൽക്കാലം സ്റ്റാറ്റസ് കോയിലേ പറഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ നിൽക്കട്ടെ. കോടതി നന്നായിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കും. മുൻപത്തുള്ള ആൾക്കാർ വഴി തുടങ്ങി പോകേണ്ട ആവശ്യവും വരത്തില്ല. അത് ഏതായാലും പിണറായി സർക്കാർ. പക്ഷേ ഇതിൽ ഇന്ന് ഞാൻ താങ്കൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിനോട് ബന്ധിപ്പിച്ചൊരു കാര്യം ഇന്നലെ സംഭവിച്ചു. ഇപ്പോൾ കോടതിയിൽ ഇന്നലെ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ പറഞ്ഞത് മുസ്ലിങ്ങളെ അതിൽ ഉണ്ടല്ലോ 2 പേർ എന്നത് ഒരു വാദമായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ അങ്ങനെ ഈ വിധി ഈ കേസിൻ്റെ വാദം കേൾക്കും എന്നൊരു ചോദ്യം ചീഫ് ജസ്റ്റിസിനോട് ചോദിച്ചു. കാരണം ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ചീഫ് ജസ്റ്റിസിന് എങ്ങനെ ഇത് കേൾക്കാൻ കഴിയും? അപ്പൊ ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ എനിക്ക് പിന്നെ മതമല്ല പ്രശ്നം, ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നു. അപ്പൊ അത് ഇവിടെ അപ്ലിക്കബിൾ ആകണം. ഓക്കെ. അപ്പൊ ജഡ്ജിന്റെ കസേരയിലിരിക്കുമ്പോ അദ്ദേഹത്തിന് ജാതിയില്ല, മതമില്ല, ദൈവമില്ല, അങ്ങനെ ഒരു നിർഗുണ പരബ്രഹ്മമായിട്ടാണ് അവിടെ ഇരിക്കുക. ഏതായാലും ഇതിൽ രസകരമായ മറ്റൊരു കാര്യം ഞാൻ നോക്കിയത്, ഇതിനു വേണ്ടി ഹാജരായിട്ടുള്ള എല്ലാ അഭിഭാഷകരുടെയും പേരുകൾ ഇങ്ങനെ നോക്കുമ്പോൾ രാജേഷ് ധവാൻ, കപിൽ സിബൽ, CU സിംഗ്, രാജേഷ് അഡ്ദേക്കർ, AM സംഘ്വി, P വിൽസൺ, ശ്യാം ഹെഗ്ഡെ തുടങ്ങിയവരാണ് ഈ ഭേദഗതി. അവരുടെ ഗൈഡിങ് ഫാക്ടർ എന്താണ്? നിയമമാണ് അവരുടെ ഗൈഡിങ് ഫാക്ടർ. അത് വക്കീലായാലും ജഡ്ജി ആയാലും ആ നിയമത്തെയാണ് അവര് തലതാരി പരിശോധിക്കുന്നത്. അല്ലാതെ അവരുടെ ജാതിയും മതവും വിശ്വാസവും ഒക്കെ അത് വേറെ, അത് കോടതിക്ക് പുറത്താ. കോടതിക്കുള്ളിൽ കയറിയാൽ അവരിതൊക്കെ നോക്കാൻ പാടുള്ളൂ. വ്യക്തമാണ്. 99% ജഡ്ജിമാരും അങ്ങനെയാണ്. നമ്മുടെ നിയമവ്യവസ്ഥയെ നമുക്ക് ഞാൻ ചോദിക്കുന്നത് അതാണ്. ഞാൻ കൃഷ്ണൻകുട്ടിയുടെ അങ്ങോട്ട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ കലക്ടർ മാത്രം സ്വന്തം ജാതി നോക്കും, അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാട് നോക്കും, അല്ലെങ്കിൽ ഈ മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് പറയുന്ന ജോലി ഗവൺമെന്റിന് സ്വാധീനിക്കാവുന്ന ഒരു ജോലിയാണത്. അല്ല, ഈ ഇതിൽ അംഗങ്ങളായി വരുന്നവർ നോൺ മുസ്ലിമുകളാകുമ്പോൾ അവർ ഇത് അട്ടിമറിക്കുമെന്ന് സംശയിക്കേണ്ടതുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഇതുവരെയുള്ള നമ്മൾ ഏത് കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും അങ്ങനെ ഒരാളിനെ തിരികെ കയറ്റുന്നതിന് എന്തിനു വേണ്ടിയിട്ടാ? പുറത്തുനിന്നുള്ള സ്വാധീനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ശരി, കളക്ടറെ ഏൽപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഗവൺമെന്റ് പറയുന്നതിനെ കളക്ടർ ചെയ്യാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അഥവാ അങ്ങനെ മാറി ചിന്തിക്കുന്ന ഒരു കളക്ടർ ഉണ്ടെന്ന് തോന്നിയാൽ ആ കളക്ടറെ അവർ ട്രാൻസ്ഫർ ചെയ്യും, വേറെ കളക്ടർ അവർ പറഞ്ഞാൽ കേൾക്കുന്ന കളക്ടറെ വയ്ക്കും. ശരി, ഓക്കെ. ഏതെല്ലാം കേസ് കണ്ടിട്ടുണ്ട്. കൺക്ലൂഡിംഗ് ആയിട്ട് പറയാനുള്ളത്, ഈ കാര്യം വളരെ വളരെ ഭംഗിയായിട്ട് തന്നെ കോടതി കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇതിനകത്തെ ന്യൂനതകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. മുൻപത്തെ ആരും വഴിയിൽ ഇറങ്ങേണ്ടിയും വരത്തില്ല. അത് പിണറായി സർക്കാർ ഉറപ്പുവരുത്തുകയും ചെയ്യും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നെ പ്രശംസിച്ചുകൊണ്ട് വ്ളോഗ് ഒരു എഴുതിയിട്ടുണ്ട്. എൻ്റെ അവതരണം വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്, പക്ഷം പിടിക്കാതെയുള്ള അവതരണം എന്ന് വ്ളോഗ് പറയുന്നു. പക്ഷേ വേറെ എനിക്ക് തോന്നുന്നത് കിരൺ ബാബുവിനെ പറ്റി ഒരു പരാമർശമുണ്ട്. എനിക്ക് തോന്നുന്നു കിരൺ ബാബുവിനെ അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെടും. ഓരോരുത്തർക്ക് അങ്ങനെയാണ്, ചിലർ എന്നെ ഇഷ്ടപ്പെടും, ചിലർ കിരൺ ബാബുവിനെ ഇഷ്ടപ്പെടും. അതാണ് അതിലെ കാര്യം. ഓക്കെ, രാധാകൃഷ്ണൻ പറയുന്നത് CAA ബിൽസ് ചാടിപ്പോയി. Okay, CAA bills passed and all parties created trouble in India. Till today, no minority left India. Unlike this, Waqf bill stay and all will be happy എന്ന് രാധാകൃഷ്ണൻ പറയുന്നത്. അതിപ്പോൾ കേന്ദ്ര സർക്കാർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. അന്ന് വഖഫ് ബിൽ പൗരത്വ നിയമം വന്നപ്പോൾ ഇത് ആളുകളുടെ പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പലരും ആശങ്കപ്പെട്ടു. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു കേന്ദ്ര സർക്കാർ. അത് തന്നെയാണ് ഇവിടെ ഇദ്ദേഹവും ഉദ്ധരിക്കുന്നത്. തങ്കച്ചൻ മുഹമ്മയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. തങ്കച്ചൻ, ശ്രീ തങ്കച്ചന് ഇന്നത്തെ കോടതി വിധി നൽകുന്ന സൂചന എന്താണ്? കേൾക്കാം സാറേ. ഇത് തട്ടിക്കൂട്ടി എടുത്ത ഒരു ഇതല്ലേ ഇത്? പെട്ടെന്നൊരു ബില്ല് കൊണ്ടുവരിക, പെട്ടെന്ന് ഇത് പാസ്സാക്കി എടുക്കുക, അത് അങ്ങക്ക് തെറ്റുപറ്റിയെന്നാണ്. ആ വാദത്തിൽ അങ്ങക്ക് തെറ്റുപറ്റി. ഒരു പക്ഷേ അങ്ങ് ഇതിനെ എതിർക്കുന്ന ഒരാളായിരിക്കാം, അത് അങ്ങക്ക് എതിർക്കാനുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ നമ്മളത് പറയുമ്പോൾ ഇതിൽ വസ്തുതയുണ്ടോ എന്ന് 38 സിറ്റിംഗ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വഖഫിൽ നടത്തി. 38 സിറ്റിംഗ് നടക്കുന്നതിനോടൊപ്പം 98.2 ലക്ഷം അഭിപ്രായങ്ങൾ ആരാഞ്ഞു. എന്നിട്ട് താങ്കൾ ഇതിങ്ങനെ തട്ടിക്കൂട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടി സഭയാണല്ലോ. അപ്പോൾ നമുക്കതിൽ ഇപ്പം പല ആളുകൾ അതിൽ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആശങ്കകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ ചൂണ്ടിക്കാണിക്കുന്നു. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് രാത്രിക്ക് രാത്രി തട്ടിക്കൂട്ടിയതാണ്. അത് അങ്ങനെ ഒരു ആരോപണം ശരിയല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അത് തന്നെയാണ് സാറേ. ഇത് ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അത് അവരുടെ സ്വത്തുക്കളിലേക്ക് കടന്നു കയറ്റി. കാരണം അവരും വശിച്ചയുടെ പൊളിക്കലോടുകൂടി തന്നെ അതുപോലെ തന്നെയാണ് ഇതും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഈ ബാബർ പള്ളി പൊളിച്ച പോലെ തന്നെ പടിപടിയായിട്ട് മതന്യൂനപക്ഷങ്ങളുടെ നേരെ കടന്നു കയറി കൊണ്ടുവരുന്നു. അടുത്തത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഇതിൽ വരും. അതാണല്ലോ RSSന്റെ മുഖപത്രമായ ഓർഗനൈസേഷൻ എഴുതിയിരിക്കുന്നത്. ശരി, അങ്ങനെ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. അതിനു മുമ്പ് നമ്മുടെ ലിയോ ഒക്കെ ചേർന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ കിരൺ ബാബുവിനെ പിന്താങ്ങുന്നുണ്ട് കേട്ടോ. സെബാസ്റ്റ്യൻ കിരൺ ബാബു ഈസ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ്. അപ്പോൾ സാർ മാത്രം പൊതുവേദി ചെയ്ത് മറ്റുള്ളവർക്ക് പക്ഷം ചേരലുണ്ടെന്ന് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ മാൾട്ട ഡയറി പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ ചില കാര്യങ്ങളിൽ ചില നിലപാടുകളിൽ ചിലപ്പോൾ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആളുകൾക്ക് വ്യക്തിപരമായ ചില വിഷയാധിഷ്ഠിത പിന്തുണയുണ്ടാകും എന്നതാണ്. ഓക്കെ, ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. എങ്ങോട്ടും പോകുന്നില്ല. ഒരു ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. ഞാൻ ഈ യൂട്യൂബ് കമൻറ്റ്സ് ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരികയാണ്. കാരണം ഫൈസൽ യൂനുസ് പറയുന്നു ഞാൻ BJP-കാരനാണെന്ന്, ജനം TV-യിലെ നമ്പ്യാരുടെ അനന്തരവനാണെന്ന്. ഞങ്ങളുടെ ഏതാണ്ട് ഒരേ സമപ്രായക്കാരാണ് കേട്ടോ. അനന്തരവനാകാനുള്ള പ്രായം കൂടുതൽ അദ്ദേഹത്തിനുമില്ല. ഒരു പക്ഷേ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന അതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്, ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. അപ്പോൾ അങ്ങനെ ഞാൻ BJP-കാരനാണ് എന്ന് ഫൈസൽ യൂനുസ് പറയുന്നു. അതേസമയം വേറൊരാൾ പറയുന്നത് ഞാൻ CPM-കാർക്ക് കൂടുതൽ സമയം കൊടുക്കുന്നു എന്നാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സലീം കുമാർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സത്യത്തിൽ ഞാൻ ആരാണ് എന്ന ചോദ്യം ഞാൻ തന്നെ എന്നോട് ചോദിക്കേണ്ട ഒരവസ്ഥ വരും. അങ്ങനെ പല ആളുകൾ ഞാനിങ്ങനെ പല പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഏതായാലും കൊള്ളാം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശ്രീമതി ജയ. ഈ വലിയ കോലാഹലങ്ങൾ നടക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. വഖഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ചിലയിടത്ത് കലാപങ്ങൾ ഒക്കെ നടക്കുകയാണ്. മഹാറാലിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കോടതിയും ഇതിൽ ഒരു ആദ്യ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. ശ്രീമതി ജയ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? നമസ്കാരം മനു. നമസ്കാരം. മനു 2-3 ദിവസം കൊണ്ട് മനുവിന്റെ ചൂട് കണ്ടാ ഞാൻ വിളിക്കാഞ്ഞത്. പേടിച്ചുപോയി. ആണോ? ശരിക്കും പേടിച്ചുപോയി. അത് ഇന്നലെയൊക്കെ എന്തുമാതിരി സൗണ്ടിലാ സംസാരിച്ചത്. ആണോ? പിന്നെ നമ്മള് വിഷയത്തിൽ വന്നാല് ഇത് ഈ മുനമ്പക്കാര് മാത്രമല്ലല്ലോ, ഇന്ത്യ ഓൾ ഓവർ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അവരവർക്കുള്ള വകുപ്പുകൾ തിരിച്ചു കൊടുക്കാൻ, അതാണ് എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു അഭിപ്രായവും. യെസ്, വ്യക്തമാണ്. ശ്രീമതി ജയ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അവർ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഭയങ്കരമായി ഒച്ച വെച്ചു എന്നാണ് പറയുന്നത്. അത് എനിക്കും എന്നെപ്പറ്റി പറയുമ്പോൾ, ഞാനും ഒരു സാധാരണ ആളാണല്ലോ, അപ്പോൾ എന്നെപ്പറ്റി പറയുമ്പോൾ ഞാനും ചിലപ്പോൾ അതിനെതിരെ പ്രതികരിച്ചെന്ന് വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ യെസ്, ഞാൻ ദീപു നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ദീപു, ഈ കോടതി വിധി ദീപുവിന് നൽകുന്ന ഒരു സൂചന എന്താണ്? ദീപു ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? അല്ല, ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം പാർലമെന്റിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതുണ്ടല്ലോ, നിയമാനുസരണമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നിയമങ്ങളെ അങ്ങനെ സ്റ്റേ ചെയ്യാറില്ലെന്ന് മനു തന്നെ പറഞ്ഞു. അത് ശരിയാണ്. അതിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പക്ഷെ സുപ്രീം കോടതി നമ്മുടെ ഭരണഘടന വെച്ച് അനലൈസ് ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്. നോക്കൂ, ഈ ഹർജി കൊടുത്തതിന് ശേഷം 100ഓളം ഹർജികളാണ് കൊടുത്തത്. ആ ഹർജികളിൽ ഇന്ന് സുപ്രീം കോടതി അത് പഠിച്ചതിന് ശേഷം സുപ്രീം കോടതി ഇന്നലെ 1 മണിക്കൂറോളം മാത്രമാണ് ഇതിന്റെ ഒരു വാദപ്രതിവാദം നടന്നത്. ഇന്നും 1 മണിക്കൂറോളമാണ് നടന്നത്. ഈ 1 മണിക്കൂർ 2 മണിക്കൂർ, ഇന്നത്തെയും ഇന്നലത്തെയും ഓരോ മണിക്കൂർ വെച്ച് 2 മണിക്കൂർ തന്നെ ഇവർക്ക് ഈ ഇതിനകത്തുള്ള പല ഡിസ്ക്രിപ്പൻസീസും പല ഭരണഘടനാ വിരുദ്ധതയും കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളത് അലാമിംഗ് അല്ലേ മനു? അല്ല, അതെ, കോർട്ടിൽ നമ്മൾ എപ്പോഴും അവിടുത്തെ ആർഗ്യുമെന്റിന്റെ അപ്പുറത്തേക്ക് അവരൊരു റിട്ടേൺ സബ്മിഷൻ കൊടുക്കുമല്ലോ. അത് വൈകുന്നേരം എല്ലാ ജഡ്ജിമാരും പരിശോധിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിനകത്തുള്ള മെയിൻ ക്ലോസ് ഉണ്ടല്ലോ, എക്സ് ഒഫീഷ്യോസ് അല്ലാത്ത അത് പറ്റില്ല, തൽസ്ഥിതി തുടരണം. അവർ ആദ്യം തന്നെ അത് കണ്ടുപിടിച്ചു.
അല്ല ഉന്നയിച്ചാൽ മാത്രം എന്നാ ശരി കപിൽ സിബൽ ഉന്നയിച്ചതാണ് എന്ന് പറഞ്ഞ് ശരിയെന്ന് പറയും. അത് ഭരണഘടന വേണ്ടേ? ഭരണഘടനയിൽ കപിൽ സിബൽ പറഞ്ഞാലും അതിന് ഉപോത്ബലകമായ നിയമം വേണ്ടേ? ആ നിയമം നിയമത്തെ വ്യാഖ്യാനിക്കാൻ കപിൽ സിബൽ ഒരു അംഗീകരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ കപിൽ സിബൽ ഒരു വാദം പറയുമ്പോൾ നിയമം വെച്ച് വ്യാഖ്യാനിക്കലാണ് അവിടുത്തെ അഡ്വക്കേറ്റ് ജഡ്ജിമാരുടെ ജോലി. പിന്നെ സ്വത്തുക്കള് അത് ഈ വിധി വരുന്നതിന് മുമ്പുള്ള തൽസ്ഥാനത്ത് തുടരണമെന്ന് പറഞ്ഞു ഇല്ലേ? തൽസ്ഥാനത്ത് തുടരണമെന്ന് പറഞ്ഞു. ഈ ഇത്രയത്തോളം സാധനങ്ങൾ ഉള്ളത് കൊണ്ട് നോഡൽ ഓഫീസേഴ്സിനെ വെച്ചിട്ട് അവര് എല്ലാം കൂടെ ഒന്ന് നോക്കിയിട്ട് ഇതിനകത്ത് നിന്ന് ഒരു 5 ഹർജിയാക്കി മാറ്റി ഇമ്പോർട്ടന്റ് ഉള്ള സാധനം കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് 2 മണിക്കൂറിനകം ഇത്രയും കാര്യങ്ങൾ കണ്ട് ഇവരുടെ മെയിൻ സാധനം എന്താ? ഇതിനകത്ത് നല്ല കാര്യങ്ങൾ ഉണ്ടെന്ന് മനു പറയുന്നു, പിന്നെ ഇവര് പറഞ്ഞെന്ന് പറയുന്നു. ഈ ഒരു ബില്ല് കൊണ്ടുവരുമ്പോ അതിനകത്ത് മറ്റുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇവരുടെ മെയിൻ സാധനം എന്താ? ഇതിനകത്തെ ക്രക്സ് എന്താ? ഇതിനകത്തെ ക്രക്സ് ഇതിനകത്ത് നോൺ മുസ്ലിംസിനെ ഇടിച്ചു കയറ്റുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഭൂമിയിലുള്ള തർക്കങ്ങൾ ഏതെങ്കിലും രീതിക്ക് മാറ്റിയെടുത്ത് ഇവരുടെ അത് അല്ലാതാക്കാൻ നോക്കുക, അതിനകത്ത് കടന്നു കയറുക. ഇതാണല്ലോ BJPയുടെ തന്ത്രം. ആ തന്ത്രത്തെയാണ് ഈ 2 മണിക്കൂർ കൊണ്ട് പൊളിച്ചിരിക്കുന്നത്. അതിനി പറയുന്ന ഇവര് പറയണല്ലോ 7 ദിവസം കൊണ്ട് തരണേ 7 ദിവസം കൊണ്ട് തരണേ എന്ന് പറയാണ്. ഞാൻ ചോദിക്കട്ടെ മനു, പിന്നെ ഈ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് അരച്ച് കലക്കി കുടിച്ചതല്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്കിനി 7 ദിവസം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ. വില്ലേജസ് ഇതിന്റെ പേരിൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഒരു വില്ലേജിന്റെ പേര് പറയാൻ അയാൾക്ക് ഇന്ന് കഴിഞ്ഞില്ലേ? ഞാൻ ഇനി പഠിച്ചിട്ട് പറയാന്നാണോ പറയുന്നത്? അപ്പൊ ഒരു വില്ലേജ് ഇങ്ങനെ ഉണ്ട് എന്നെങ്കിലും പറയണ്ടേ? അതൊന്നും പറയാതെ 7 ദിവസത്തിനകം എന്ത് മാനിപ്പുലേഷൻ നടത്താനാണ് ഇവർ പറയുന്നത്. പിന്നെ മനു പറഞ്ഞു ജഡ്ജിന്റെയും അഡ്വക്കേറ്റ്സിന്റെയും ഒക്കെ പിന്നെ പേര് വെച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, കോടതിയിലുണ്ടായ അല്ല ഞാൻ പറഞ്ഞത് മനു മീൻസ് മനു ഇവിടെ പറഞ്ഞു. അപ്പം ഈ പറയുന്ന എക്സ് ഓഫീഷ്യോസിന്റെ ജാതി ചോദിക്കുന്നില്ലല്ലോ, മതം ചോദിക്കുന്നില്ലല്ലോ. സോ ദെയർ ഓഫീസേഴ്സ്. അപ്പൊ അവരുടെയും ചോദിക്കുന്നില്ല. പിന്നെ കളക്ടറുടെ കാര്യം പറഞ്ഞു. നോക്കൂ, കേരളത്തിലെ പോലെ ഒരു സംസ്ഥാനത്തെ ഒരു കളക്ടർ ഇനി ഗവൺമെന്റ് പറഞ്ഞിട്ടാണെങ്കിലും നീതിയുക്തമല്ലാത്ത ഒരു കാര്യം ചെയ്ത് അത് ചോദിക്കാൻ ഇവിടെ നാട്ടുകാരുണ്ട്, ഇവിടെ മാധ്യമങ്ങളുണ്ട്, മറ്റു പലരും ഉണ്ട്. പക്ഷെ അതാണോ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ കാര്യം? ഏതെങ്കിലും ഒരു ഓർഡർ അവിടെയുള്ള എത്രമാത്രം അവർ എഡ്യൂക്കേറ്റഡ് ആണ്? ഈ പറയുന്ന നിയമ എഡ്യൂക്കേറ്റഡ് ഉണ്ട്. അവിടെ ആരാണ് ഈ പിന്നെ സമരം ചെയ്യുന്നത്? സമരം ചെയ്ത എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും? ഇങ്ങനെയുണ്ട്. പിന്നെ മനു പറഞ്ഞു JPCയുടെ കാര്യം പറഞ്ഞു. JPCയിൽ ഭൂരിപക്ഷം പേരും പിന്നെ BJPയുടെ മെമ്പേഴ്സ് ആയിരുന്നില്ലേ മനു? അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അവർ അംഗീകരിക്കില്ല. പക്ഷെ അത് 38 സിറ്റിംഗ് നടന്നു. അതൊക്കെ ഉള്ളത് അതിനകത്ത് ഇവരുടെ സാധനങ്ങൾ കീറി എറിഞ്ഞു എന്നൊക്കെ വാർത്തയിലൂടെയാണ് ഞാൻ കണ്ടത്. അവിടെ പ്രശ്നങ്ങൾ നടന്നു. ഇവർക്ക് എഴുതാവുന്ന ഈ എന്താ പറയാ ഇവർക്കെതിരെയുള്ള സാധനം അതിനകത്ത് എഴുതാൻ സമ്മതിച്ചില്ല. പിന്നെ സമ്മതിച്ചു എന്നാണ് തോന്നുന്നത് അല്ലെ? സമ്മതിച്ചെന്ന് അറിയില്ല, സമ്മതിച്ചു എന്ന് പറയുന്നു. എന്റെ ഒരു ഓർമ്മ അറിയില്ല. സബ്ജക്ട് ടു കറക്ഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇറ്റ് ഈസ് എ ലീഗലൈസ്ഡ് എന്താ പറയാ ലീഗലി പിന്നെ ഇതിനെ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 2 മണിക്കൂർ കൊണ്ട് എന്റെ മനു ഈ കോടതി ഈ 2 ക്രാക്സ് ഇവരുടെ 2 സാധനം ഇവർ കൊണ്ടുവന്ന് ഇതിനെ എങ്ങനെ പിന്നെ ഇല്ലാതാക്കണം എന്ന് പിടിച്ചു വലിച്ച് കീറി അവിടെ ഇട്ടിരിക്കുന്നത്. ഇനി 7 ദിവസം കൊണ്ട് കൊണ്ടുവരട്ടെ. കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്താണ് പറയാൻ പോകുന്നത്? നിയമം കൊണ്ടുവരുമ്പോ ആ നിയമത്തിനകത്ത് ആരെങ്കിലും അഫക്റ്റഡ് ആണോ അവർക്ക് നീതി ലഭിക്കണം. ആ നീതി ലഭിക്കാൻ കോടതി എന്താ ചെയ്യേണ്ടത്? കോടതി ഒരു കാര്യം കൂടെ ചെയ്യണം. ഇങ്ങനെയുള്ള കേസുകൾ വരികയാണെങ്കിൽ വിതിൻ 1 month or 2 months ഒരു വിധി വരണം എന്നുള്ള കാര്യം പറയാം. അതൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അല്ലാതെ ഇങ്ങനെ പറഞ്ഞ മുൻപത്തുകാര് ഈ വിധിയും കൊണ്ട് മുൻപത്തുകാർക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല അവരെ വീണ്ടും പറ്റിച്ച് ചായ കുടിക്കാൻ പിന്നെ പ്രധാനമന്ത്രി വിളിച്ചു എന്ന് പറയുന്നു. മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചതെന്ന് പറയുന്നു. ഇത് വിധി വന്ന് ഈ വിധിയിൽ അവര് തന്നെ പറഞ്ഞു ഞങ്ങൾ BJP വഞ്ചിച്ചു എന്ന്. അപ്പൊ അവര് രണ്ടും പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നു BJP ചായ കുടിക്കാൻ പോകുന്നു, ചില ആളുകൾ വഞ്ചിച്ചു എന്ന് പറയുന്നുണ്ട്. അല്ല ഞാൻ പറയുന്നത് അങ്ങനെ വരുമ്പോഴേ ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ഏതാണ്? കേരള സർക്കാർ കൃത്യമായ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഇതിനെ അവർക്ക് എങ്ങനെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നിടത്തല്ലേ നിൽക്കുന്നത്. അതല്ലേ കൃത്യമായ കാര്യം. അവർക്കൊരു നീതി ലഭിക്കേണ്ട. അല്ലെങ്കിൽ ഡെമോക്രസിന്റെ ആള് പോലെ ഇത് എപ്പോഴും തൂങ്ങിക്കിടന്ന് എന്നും അവർക്ക് കോടതിയിൽ കയറി ഇറങ്ങാൻ പറ്റും. ആരെങ്കിലും ഒരാൾ കൊണ്ടു കൊടുക്കും. അപ്പൊ കൃത്യമായ ഒരു കാര്യം ചെയ്യണം. അതുകൊണ്ട് ഈ വിധിയിൽ ആർക്കെങ്കിലും ലാഭം പിന്നെ ടഗ് ഓഫ് വാർ പോലെ എടുക്കാതെ ജനങ്ങൾക്ക് എന്ത് നല്ലത് കിട്ടണം. ഇതിന് എന്തെങ്കിലും പിന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള BJPയുടെ കടന്നുകയറ്റത്തെ നിയമം കൊണ്ട് വ്യാഖ്യാനിച്ച് ഇല്ലാതാക്കാനുള്ള സുപ്രീം കോടതി ഇതേ നിലയ്ക്ക് തുടരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ്, വളരെ കൃത്യം. എബിൻ എറണാകുളത്ത് എവിടുന്നാണ് വിളിക്കുന്നത്? എബിൻ, എറണാകുളം കോതമംഗലം.
കോതമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരുപക്ഷെ മുനമ്പം വിഷയമൊക്കെ കൂടുതലായി അറിയുമായിരിക്കും ആ ജില്ലക്കാരനായതുകൊണ്ട്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എബിന് ഈ കോടതി വിധി, ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി കണ്ടപ്പോൾ അതാരുടെ ഒരു നേട്ടമാകും എന്നാണ് തോന്നുന്നത്? സുപ്രീം കോടതി വിധിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? വിധി എന്ന് പറഞ്ഞാൽ ഒരു ഇടക്കാല നിർദ്ദേശം എന്ന തരത്തിൽ കൊടുത്തു. ഈവൻ നിർദ്ദേശമായെങ്കിൽ പോലും അതിന്റെ അകത്ത് തൽസ്ഥിതി തുടരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൽസ്ഥിതി, അതായത് 70 പോലും ഏതൊരു കേസ് പോലും കോടതി ഒരു 3-4 വട്ടം ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ചിട്ടാണ് അവസാന ഒരു വിധി തന്നെ. അവസാനം വിധി വരുമ്പോൾ അത് അവരവരുടെ പാർട്ടികൾക്ക് അനുസരിച്ച് വന്നു കഴിയുമ്പോൾ കോടതിനെ കുറ്റം പറയും, ഏത് പാർട്ടിയാണെങ്കിലും. അത് സാധാരണ കേസാണ്. അവസാനം എന്ത് പറയാൻ പോകണമെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. കാരണം ഇന്നും ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഹോൾഡ് ചെയ്യാണ് കോടതി ചെയ്തതാണ്. അത് ആരും ശ്രദ്ധിച്ചോണ്ടോന്നും എനിക്കറിയില്ല. ഈ വഖഫ് ബൈ ദ യൂസർ എന്ന ആ ഒരു കൺസെപ്റ്റിൽ കോടതി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് നിയമപരമായിട്ട് നിലനിർത്താം. ഈ 1995 വഖഫ് ആക്ടുമായിട്ട് വഖഫ് ആക്ടിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. പക്ഷെ അപ്പോ മറ്റേ കോൺഗ്രസിന്റെ MP ആയിട്ടുള്ള സിംഗ്വി പറഞ്ഞത് അതങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇതൊന്നും രജിസ്റ്റേർഡ് അല്ലാന്ന്. മനസ്സിലായോ? ഈവൻ വഖഫിന്റെ ആക്ട് പ്രകാരം പോലും രജിസ്റ്റേർഡ് അല്ലാത്ത പ്രോപ്പർട്ടി കൂടി അത് വഖഫ് പ്രോപ്പർട്ടി ആക്കണം എന്നാണ് കോൺഗ്രസിന്റെ MP പറയുന്നത് പബ്ലിക്കായിട്ട്. എന്നിട്ടാണ് ഇവര് പറയുന്ന മുനമ്പം വിഷയം ഞങ്ങൾ സോൾവ് ചെയ്തു തരുമെന്ന്. 1500 കൊല്ലം മുമ്പുള്ള വില്ലേജ് വരെ ഇവര് ക്ലെയിം ചെയ്തേക്കാണ്, 1500 കൊല്ലം മുമ്പ്. അപ്പോ ഇതിനകത്ത് പ്രധാന പോയിന്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ കോടതി എടുക്കാൻ പോകുന്ന സ്റ്റാൻഡ് കൃത്യമാണ്. ഇത് എന്താ പറയാ, ലീഗലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാബ്രിക്കും നമ്മുടെ സെക്യുലർ ഫാബ്രിക്കും എല്ലാം കൂടിയും അതുപോലെ തന്നെ ലീഗൽ കാര്യങ്ങളും എല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. കാരണം അതൊരു രജിസ്റ്റേർഡ് ആയിരിക്കണം. പ്രോപ്പർട്ടി എവിടെയെങ്കിലും രജിസ്റ്റേർഡ്. ഇപ്പൊ വഖഫ് ബൈ ദ യൂസർ 1954 കൊണ്ടുവന്നാണ്. അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് 2013 ഇവര് പറഞ്ഞ നോൺ മുസ്ലിംസിന്റെ പോലും ക്ലെയിം ചെയ്യാമെന്ന്. മനസ്സിലായോ? അപ്പൊ ഈ നോൺ മുസ്ലിംസിന്റെ ക്ലെയിം ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് അവിടെ നോൺ മുസ്ലിംസിനെ ആ വഖഫ് ബോർഡിൽ കൊണ്ടുവരണ്ടേ? എന്തൊക്കെയാ പറയുന്നത്? ഈ ഗവൺമെന്റ് ഇപ്പോ ഹിന്ദുക്കളുടെ എന്തുകൊണ്ട് പറ്റില്ല? ഹിന്ദുക്കളുടെ ഗവൺമെന്റ് അല്ലേ സാറേ ഭരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മിനിസ്ട്രിയുടെ കീഴിലുള്ളതാണ്. കേരളത്തിന്റെ കേസ് നോക്കിയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മിനിസ്ട്രിയുടെ ദേവസ്വം മിനിസ്റ്ററിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡാണ് ഭരിക്കുന്നത്. അങ്ങനെ ഒരു ഭരണം കൊണ്ടുവരട്ടെ. ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി തന്നെ ഗവൺമെന്റ് ഫോം ചെയ്യട്ടെ. ഗവൺമെന്റ് കീഴിലാവട്ടെ ഈ വഖഫ് ബോർഡ് മൊത്തം. അതല്ലാതെ ഒരു പ്രത്യേക റിലീജിയസ് ഇതിനു വേണ്ടി മാത്രം. നമ്മുടെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് എബിന് എനിക്ക് തോന്നുന്നു പരമാവധി സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സൂപ്പി, ചുരുങ്ങിയ വാക്കുകളിൽ സൂപ്പിയുടെ പ്രതികരണം കൂടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ സമയം അതിക്രമിച്ചു. സൂപ്പി പറയാം. നമസ്കാരം. റെജീനെ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ് റെജീന. സമയം അതിക്രമിച്ച് ഏതാണ്ട് അവസാന ഘട്ടത്തിലായി. ശ്രീമതി റെജീനയ്ക്ക് ഈ വിധി എങ്ങനെ വായിച്ചെടുക്കാനാകും? സർ നമസ്കാരമുണ്ട്. നമസ്കാരം. കേന്ദ്രം എടുത്ത നടപടി തെറ്റാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയണത് ഈ ഉത്തരവ്. ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം പറയാം സർ, ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ നിയമിക്കില്ലല്ലോ, അതെന്താ നിയമിക്കാത്തത്? അല്ല, അതാണിപ്പോ ഇതിൽ തൊട്ടുമുമ്പ് സംസാരിച്ച ഒരു പ്രേക്ഷകൻ ചോദിച്ചത്. ദേവസ്വം ബോർഡ് പോലെ ഒരു സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ബോർഡ് ഇത് ഭരിക്കട്ടെ, അപ്പൊ പിന്നെ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അതെ, അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ എല്ലാ പള്ളികളും പൊളിച്ച് ഇവിടുന്ന് മുസ്ലിങ്ങളിലേക്ക് ഓടിക്കാനുള്ള തുടക്കമാണ് ഇവര് നോക്കുന്നത്. വഖഫിന്റെ നിയമം എന്ന് പറയുന്നത് പിന്നെ പണ്ട് മുതലേ വഖഫ് മുസ്ലിങ്ങളുടെ അധീനതയിലുള്ളതാണ്. അത് മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കാനുള്ള ഒരു തന്ത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൂമി പിടിച്ചെടുക്കാനുള്ള ആരോപണമാണ് അംഗീകരിക്കുന്നത് അല്ലേ? അതെ, ഇതൊരു ഭരണഘടനാ ലംഘനമായിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീമതി റെജീന, സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. നമുക്ക് അടുത്ത ദിവസം വിശദമായി സംസാരിക്കാം. ശ്രീമതി റെജീന നമ്മുടെ സ്ഥിരം പ്രേക്ഷകയും കൂടിയാണല്ലോ. ഏതായാലും ഇതാണ് ഇപ്പോൾ കോടതി ഒരു ഇടക്കാല നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽ ഇപ്പോൾ ഏതു തരത്തിൽ തരംതിരിച്ചിട്ടുള്ള വഖഫ് സ്വത്തുക്കളുടെയും തൽസ്ഥിതി തുടരുക എന്ന നിലപാടാണ്. അതേസമയം ഈ വഖഫ് നിയമ ഭേദഗതിക്ക് സ്റ്റേ ഇല്ല. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.